നിങ്ങൾക്ക് സ്റ്റഡി ക്ലാസ് ഇപ്പൊ CPM-മാർക്ക് സ്റ്റഡി ക്ലാസ് ഒക്കെ അവർക്ക് സ്റ്റഡി ക്ലാസ് കിട്ടാത്തത് കുറവാണ്. നിങ്ങൾ വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റിയുടെ ക്ലാസ്സാണ്. അന്നത്തെ പത്രം വായിച്ചു നോക്കാൻ, അന്നത്തെ പത്രങ്ങൾ വായിച്ചു നോക്ക്. 100 കണക്കിന് ഡീൽ നടത്തിയ ഇവിടെ എല്ലാം അഡ്ജസ്റ്റ്മെന്റ് നടത്തുന്ന അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയത്തിന്റെ വ്യക്താക്കളാണ്. നിങ്ങൾ വന്നിട്ടില്ല. അല്ലെ, ഞാൻ പറയാം, കേരളത്തിലെ മുഖ്യമന്ത്രിയെ രാജീവ് ചന്ദ്രശേഖർ സമാധാനത്തിന് വിളിച്ച സമയത്താണ് ഞങ്ങളല്ലല്ലോ ഭരിക്കുന്നത്, ഞങ്ങളല്ലല്ലോ പോലീസ്. ശരി, പങ്കുപറ്റി നിങ്ങൾ അവരെ പിടിച്ച് ജയിലിൽ വ്യാജമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിന് ജമാഅത്ത് ഇസ്ലാമിയുടെ വോട്ട് വേണോ ഇവിടെ പറയണം. ഇവിടെ ജമാഅത്ത് ഇസ്ലാമിയുടെ വോട്ട് വേണോ? അതുപോലെ LDF-നോട് ചോദിക്കുന്നു നിങ്ങൾക്ക് SDP-യുടെ വോട്ട് വേണോ? ഇവിടെ പറയണം. ഈ ചർച്ചയിൽ പറയാൻ നിങ്ങൾ തയ്യാറാവണം. VD സതീശൻ പിണറായി വിജയന് പോയി കുമ്പിട്ട് നിൽക്കുന്നത്. സ്വർണം കട്ടവനും വാങ്ങിച്ചവനും എന്തിനാണ് സോണിയാഗാന്ധിയെ കണ്ടത്? അതിനൊരു മറുപടി ഉണ്ടോ? നീ കണ്ടവരാരും ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് അല്ല, അവരാരും അല്ല കേരളം ഭരിക്കുന്നത്. ഇവിടുത്തെ വികസനത്തെ കുറിച്ച് ചർച്ച ചെയ്യാൻ ഇവിടുത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ഫേസ്ബുക്കിൽ മാത്രമേ പ്രതികരിക്കുള്ളൂ പറഞ്ഞു. സാമ്രാജ്യ ശക്തികൾക്കെതിരെ പോരാടുന്ന കമ്മ്യൂണിസം അമേരിക്കൻ പ്രോഡക്റ്റ് ആയ ഫേസ്ബുക്കിൽ കൂടെ മാത്രമേ സംവാദം നടത്തുള്ളൂ. നിങ്ങൾ വന്നിട്ടില്ല. അല്ലെ, ഞാൻ പറയാം, കേരളത്തിലെ മുഖ്യമന്ത്രിയെ രാജീവ് ചന്ദ്രശേഖർ സമാധാനത്തിന് വിളിച്ച സമയത്താണ് നമ്മുടെ ഇവിടുത്തെ MLA ആയിട്ടുള്ള ശിവൻകുട്ടി ആ വിഷയം ഏറ്റെടുത്തുകൊണ്ട് ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പറഞ്ഞത്. അപ്പം തന്നെ നമ്മുടെ മേയർ എല്ലാവരുടെയും പത്രസമ്മേളനം നടത്തി പറഞ്ഞു, നമ്മൾ തയ്യാറാണ്, ചർച്ചയ്ക്ക് തയ്യാറാണ്. എന്തുകൊണ്ട് ശിവൻകുട്ടി തയ്യാറായില്ല? രാജീവ് ചന്ദ്രശേഖർ മുഖ്യമന്ത്രിയെ വെല്ലുവിളിച്ചപ്പോൾ മുഖ്യമന്ത്രിക്ക് പകരം ഇവിടെ ശിവൻകുട്ടി തയ്യാറായപ്പോൾ ശിവൻകുട്ടിയുടെ അടുത്ത് ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് VV രാജേഷ് പത്രസമ്മേളനം നടത്തി പറഞ്ഞു. എന്തുകൊണ്ട് ശിവൻകുട്ടി തയ്യാറായില്ല? അപ്പോൾ ഇതിനൊക്കെ ഒളിച്ചോടാനുള്ള പരിശ്രമമാണ് നടത്തുന്നത്. ആ വിഷയം അവിടെ നിൽക്കട്ടെ. എനിക്ക് ഇവരോട് ചോദിക്കാനുള്ളത്, UDF-നോട് ചോദിക്കാനുള്ളത് നിങ്ങൾക്ക് ജമാഅത്ത് ഇസ്ലാമിയുടെ വോട്ട് വേണോ? ഇവിടെ പറയണം. ഇവിടെ ജമാഅത്ത് ഇസ്ലാമിയുടെ വോട്ട് വേണോ? അതുപോലെ LDF-നോട് ചോദിക്കുന്നു നിങ്ങൾക്ക് SDP-യുടെ വോട്ട് വേണോ? ഇവിടെ പറയണം. ഈ ചർച്ചയിൽ പറയാൻ നിങ്ങൾ തയ്യാറാവണം. ഇവിടെ LDF-ന്റെ പ്രതിനിധിയോട് ചോദിക്കുന്നു നിങ്ങൾക്ക് SDP-യുടെ വോട്ട് വേണോ? അതോ UDF-ന്റെ പ്രതിനിധിയോട് ചോദിക്കുന്നു നിങ്ങൾക്ക് ജമാഅത്ത് ഇസ്ലാമിയുടെ വോട്ട് വേണോ? ഈ 2 വോട്ടിന് വേണ്ടിയിട്ടാണ് RSS-നെയും BJP-യെയും ഡീൽ വിവാദത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. കാര്യം വെച്ചാൽ ആരാണോ കൂടുതലായിട്ട് ന്യൂനപക്ഷ പ്രീണനം നടത്തുന്നത് അവർക്ക് ന്യൂനപക്ഷങ്ങളുടെ വോട്ട് ലഭിക്കും എന്നുള്ള മിഥ്യാധാരണയിലാണ് ഇവർ രണ്ടുപേരും ഇവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. എന്റെ ചോദ്യത്തിന് ഉത്തരം വന്നില്ല. പെട്ടിവിവാദത്തിലേക്ക് ഇവിടെ ശിവൻകുട്ടി മേയറായിരുന്ന സമയത്ത് ഈ റോഡിൽ മൊത്തം കുറെ പെട്ടി ഇറക്കി വെച്ചിരുന്നു. ക്ലീൻ സിറ്റി ഗ്രീൻ സിറ്റി എന്ന് പറയണ ആ പെട്ടി. ഇവിടെ നമ്മുടെ മുമ്പ് മേയറായിരുന്ന V ശിവൻകുട്ടി ഇവിടെ മേയറായിരുന്ന സമയത്ത് തിരുവനന്തപുരത്ത് മൊത്തം കുറെ പെട്ടി ഇറക്കി വെച്ചിരുന്നു. ക്ലീൻ സിറ്റി ഗ്രീൻ സിറ്റി എന്ന് പറഞ്ഞ ആ പെട്ടി അഴിമതിയെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. അല്ലാതെ ഒരു പ്രശ്നവുമില്ലാത്ത ഒരു കാര്യവുമില്ലാത്ത ഒരു പെട്ടി വിവാദത്തെ കൊണ്ടുവന്ന് തെരഞ്ഞെടുപ്പിൽ അനാവശ്യമായ ചർച്ചകൾ കൊണ്ടുവരാൻ വേണ്ടിയാണ്. അപ്പോൾ അന്ന് നടത്തിയ ആ ഡീൽ, ആ അഴിമതിയെ കുറിച്ചാണ് ചർച്ച ചെയ്യേണ്ടത്. കേരളത്തിലെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ അഴിമതിയിൽ മുക്കിയ ക്ലീൻ സിറ്റി ഗ്രീൻ സിറ്റിയെ കുറിച്ച് ചർച്ച ചെയ്യണം. അപ്പോൾ ഈ കൊറിയർ വഴി പെട്ടി വന്നിട്ടില്ലെന്നാണ് BJP പറയുന്നത്. ഞാൻ അതാണ് പറയുന്നത്. ഇവിടെ ചർച്ച ചെയ്യേണ്ട വിഷയം പെട്ടി വന്നോ ഇല്ലേ എന്നുള്ളത് ശിവൻകുട്ടിയാണ് പറയേണ്ടത്. ശിവൻകുട്ടി പറഞ്ഞല്ലോ. ശിവൻകുട്ടി കണ്ടോ? ശിവൻകുട്ടി കണ്ടില്ലല്ലോ. അന്വേഷിക്കട്ടെ. ശിവൻകുട്ടിയുടെ പോലീസല്ലേ അന്വേഷിക്കട്ടെ. BJP മറുപടി പറയേണ്ട ആവശ്യമില്ലല്ലോ. തെരഞ്ഞെടുപ്പ് എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും ഒരു പെട്ടി വിവാദം ഇവർ കൊണ്ടുവരും. എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും ഒരു പെട്ടി വിവാദം കൊണ്ടുവരും. പാലക്കാട് BJP പെട്ടി വിവാദം കൊണ്ടുവന്നിരുന്നു. അല്ല, BJP അല്ലല്ലോ കൊണ്ടുവന്നത്. അവിടെ LDF-ഉം CPM-ഉം BJP ആയിരുന്നു ഹോട്ടലിൽ ഉണ്ടായിരുന്നത്. അതെ, അന്ന് പെട്ടി ഉണ്ടായിരുന്നല്ലോ. ഇന്ന് പെട്ടി ഇല്ലല്ലോ.
പെട്ടിയില്ലാതെ വിവാദം ഉണ്ടാകുന്നു. അന്ന് പെട്ടി ഉണ്ടായിരുന്നു, ഇന്ന് പെട്ടിയില്ലാതെ വിവാദം ഉണ്ടാക്കുകയാണ്. അല്ല അത് പെട്ടിവാദം അല്ലല്ല. ഞാൻ പറയട്ടെ ചേട്ടാ പറയട്ടെ അല്ല പെട്ടിവാദം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ പറയുന്ന കള്ളപ്പണ വിവാദമായി അവരുടെ ഒരാൾ അറസ്റ്റിലായ ഘട്ടമുണ്ട്. അദ്ദേഹത്തിന്റെ പേര് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് വർഷങ്ങൾ ഇവര് ആഭ്യന്തര വകുപ്പ് ഭരിച്ചു. വ്യാജമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് നടത്തുന്നത്. തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് പെട്ടി വിവാദം പോലുള്ള വിവാദങ്ങൾ കൊണ്ടുവന്ന് അട്ടിമറിക്കലാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സുരേന്ദ്രന്റെ പേരും പറഞ്ഞുകൊണ്ട് പെട്ടി വിവാദം എന്ന് പറഞ്ഞു. എങ്കിൽ അതിനുശേഷം ഇവിടെ ആഭ്യന്തര ഇപ്പൊ പറഞ്ഞില്ലേ, നിങ്ങളിപ്പോ പറഞ്ഞു മനസ്സിലായില്ലേ? ഞാനിപ്പോ പറഞ്ഞു എപ്പോഴാണ് BJP പ്രതിനിധി സുരേന്ദ്രന്റെ പേര് പറഞ്ഞതിന് ശേഷം നിങ്ങൾ പറയണ്ട. നിങ്ങളെ നേതാക്കന്മാര് ഈ കാര്യങ്ങൾ പറഞ്ഞു, ഈ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഇവരുടെ പോലീസ് ആയിരുന്നല്ലോ, ആ പോലീസ് അന്വേഷിച്ചോ? ഈ വിവാദത്തെ കുറിച്ച് അന്വേഷിച്ചോ? എവിടെ പോയി ഇവരുടെ പോലീസ് അന്വേഷിച്ചു? ഒരു പ്രതിയെ കണ്ടെത്താൻ വേണ്ടി സാധിച്ചോ അവിടെ? അപ്പോ ഇത് ഇത്തരത്തിലുള്ള കള്ളപ്രചരണങ്ങൾ എവിടെ സ്ഥിരം അടവാണ്, മനസ്സിലായില്ലേ? ഒരു മിനിറ്റ് ചർച്ച അവസാനം ഡീല് നടന്നത് സോളാർ കേസിലാണ്. അടച്ചിട്ട മുറിയിൽ ഉമ്മൻചാണ്ടിയും മുഖ്യമന്ത്രിയും ഇരുന്ന് സോളാർ കേസിലാണ് ഡീലുണ്ടാക്കിയത്. നിങ്ങൾക്കറിയാമോ? സോളാർ കേസിൽ രമേശ് ചെന്നിത്തലയും നൂറുകണക്കിന് തെളിവുണ്ട്. അന്നത്തെ പത്രം വായിച്ചു നോക്കുക, അന്നത്തെ പത്രങ്ങൾ വായിച്ചു നോക്ക്. നൂറുകണക്കിന് ഡീൽ നടത്തിയ, ഇവിടെ എല്ലാം അഡ്ജസ്റ്റ്മെന്റ് നടത്തുന്ന അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയത്തിന്റെ വ്യക്താക്കളാണ് UDF LDF. അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയമല്ലേ ഇവിടെ UDFിനെതിരെ പറഞ്ഞ എല്ലാ ആരോപണങ്ങളെയും ഒഴിവാക്കി കൊടുക്കുന്നത് LDF അല്ലേ? നിങ്ങളുടെ പ്രധാനമന്ത്രിയല്ലേ ഇവിടെ പിണറായി വിജയൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ സ്വർണം കടത്തി എന്ന് പറഞ്ഞത്? നിങ്ങൾ എന്ത് നടപടി സ്വീകരിച്ചു? പിണറായിനെ പിടിച്ച് ജയിലിലിട്ടു. പിണറായി വിജയന്റെ ഓഫീസിലെ സ്റ്റാഫ് അകത്ത് പോയില്ലേ? പിണറായി വിജയന്റെ ഓഫീസിലെ സ്റ്റാഫ് അകത്ത് പോയില്ലേ? പിണറായി വിജയന്റെ ഓഫീസിലെ സ്റ്റാഫ് അകത്ത് പോയില്ലേ? സജീറെ, നിങ്ങൾ എന്തിനാ ഇതൊക്കെ പറഞ്ഞു? നിങ്ങൾ എന്താ ചെയ്തത്? നിങ്ങൾ ഇവിടെ എന്താ ചെയ്തത്? നിങ്ങളുടെ പ്രതിപക്ഷം എന്താ ചെയ്തത്? നിങ്ങളുടെ പ്രതിപക്ഷം അവർക്ക് ഓശാന പാടി കൊടുത്തില്ലേ? നിങ്ങളുടെ പ്രതിപക്ഷം ഓശാന പാടി കൊടുത്തില്ലേ? നിങ്ങൾ ഉത്തരം പറയാ. നിങ്ങളുടെ പ്രതിപക്ഷം VD സതീശൻ പിണറായി വിജയന്റെ മുമ്പിൽ പോയി കുമ്പിട്ട് നിൽക്കുന്നത്. നിയമസഭയിൽ പിണറായി വിജയനെതിരെ ഒരക്ഷരം മിണ്ടുന്നില്ലല്ലോ. അഴിമതി നടത്തി അല്ലെങ്കിൽ കള്ളപ്പണം പിടിച്ചു, ഞങ്ങൾ അവനെ പിടിച്ച് ജയിലിലിട്ടു എന്നെന്തെങ്കിലും പറ. ഇത് ഒരാൾക്കെതിരെ നടപടി എടുക്കില്ല, പിണറായി വിജയനെ തലോടുകയും ചെയ്യും. എന്നിട്ട് ഇവിടെ പറയും നാട് മൊത്തം അഴിമതി എന്നും പറയും. ചുമ്മാ അവരുമായിട്ട് ഡീൽ ഉണ്ടാക്കിട്ടെ വെറുതെ നിങ്ങൾ ഒരു നടപടി എടുത്ത ഒരു കേസ്, ഒരു CPM നേതാവിനെതിരെ ഒരു കേസ് രജിസ്റ്റർ ചെയ്ത് ഒരു FIR പറഞ്ഞിട്ട് സംസാരിക്കും. ഒരു മിനിറ്റ് ഒറ്റ ചോദ്യം. നമ്മളല്ല കേരളം ഭരിക്കുന്നത്. ഒരു പ്രധാനമന്ത്രി രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി കേരളം ഭരിച്ചല്ലോ. നിങ്ങൾ കേരളം ഭരിച്ചില്ലേ? ഓഫീസാണ് ഷജീറെ, നിങ്ങൾ കേരളം നിങ്ങൾ കേരളം ഭരിച്ചില്ലേ? നിങ്ങൾ ഈ CPM-നെതിരെ ഒരു കേസെടുത്ത് ഒരു അഴിമതി കേസിന് പറ. നിങ്ങൾ പറയാ, ആര് പിടിച്ചു? TP കേസിൽ അഴിമതി കേസാണോ? അത് കൊലപാതക കേസല്ലേ? നിങ്ങൾ ഡീലിന്റെ ആൾക്കാരല്ലേ? നടപടി ഇതുപോലെ നിങ്ങൾ തമ്മിൽ കേസ് ധാരണ ഉണ്ടാക്കുന്നതുപോലെ ഞങ്ങൾ ധാരണ ഉണ്ടാക്കില്ല. ഇത് ധാരണയുടെ പ്രശ്നമാണ്. നിങ്ങളും അവരും ഇവിടെ സോളാർ കേസിൽ ഡീൽ ഉണ്ടാക്കിയാരാ? UDF LDF അല്ലേ? സോളാർ കേസിൽ ഡീൽ ഉണ്ടാക്കിയതാരാ? അല്ല, സോളാർ കേസിൽ ഡീൽ ഉണ്ടാക്കിയാരാ? എന്ത് ഡീലാണ് നിങ്ങൾക്ക് ശബരിമല നടത്തിയ ആളും സ്വർണം കട്ടവനും വാങ്ങിച്ചവനും എന്തിനാണ് സോണിയാഗാന്ധിയെ കണ്ടത്? അതിനൊരു മറുപടി ഉണ്ടോ? നീ കണ്ടവരാരും ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് അല്ല, അവരാരും അല്ല കേരളം ഭരിക്കുന്നത്.
കേന്ദ്രമന്ത്രി മുഖ്യമന്ത്രി ദേവസ്വം ബോർഡ് മെമ്പർ അജയ് അല്ലേ? തറയിലല്ല കേരളത്തിന്റെ ദേവസ്വം ബോർഡ് മന്ത്രി, അജയ് തറയിലല്ല ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ്. ആദ്യം മനസ്സിലാക്ക്, കേരളത്തിൽ ശബരിമലയിൽ നിന്ന് ഒരു തരി സ്വർണ്ണമെങ്കിലും ആദ്യമായി പുറത്തു പോകുന്നത് പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയതിനു ശേഷമാണ്. 2019 ആദ്യം ആ സ്വർണം കട്ട കള്ളനെ ആദ്യം തിരിച്ചു കൊണ്ടുപോവാ, എന്നിട്ട് സംസാരിക്കും. വർഷം ഇത്രയായാലും 10 വർഷമായാലും ശരി, സോണിയാഗാന്ധി സ്വർണം കട്ടെങ്കിൽ നിങ്ങൾ പിടിച്ച് ജയിലിലിടും. സോണിയാഗാന്ധി നിങ്ങൾ ജയിലിലിടും. ഞങ്ങളല്ലല്ലോ ഭരിക്കുന്നത്, ഞങ്ങളല്ലല്ലോ പോലീസ്. ലോജിക്കലി നിങ്ങൾ ശരി പങ്കുപറ്റി നിങ്ങൾ അവരെ പിടിച്ച് ജയിലിലിടും. നിങ്ങളുടെ പോലീസല്ല കേരളം ഭരിക്കുന്നത്. ലോജിക്കായിട്ട് സംസാരിക്കൂ. സോണിയാഗാന്ധി സ്വർണം കട്ടെങ്കിൽ നിങ്ങൾ അന്വേഷിക്കൂ, പോലീസിനെ വിടും, അറസ്റ്റ് ചെയ്ത് ജയിലിലിടും. നിങ്ങൾ ജയിലിലിട്ടതല്ല CPM നേതാക്കളല്ലേ, കേരളത്തിലെ പിണറായി വിജയന്റെ അല്ലേ? പിണറായി വിജയൻ ജയിലിട്ട് ആരെയാണ്? മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റല്ലേ ജയിലിട്ടത്. അദ്ദേഹത്തിനെതിരെ എന്ത് നടപടി എടുത്തു? സോണിയാഗാന്ധിയാണോ ജയിലിൽ നേതാവ്? ചുമ്മാ മണ്ടത്തരം വിളിച്ച് പറയാതെ എങ്ങനെ ശിവൻകുട്ടി ജയിക്കുന്ന നിങ്ങളെ പോലുള്ളവർ വർക്ക് ചെയ്ത് എങ്ങനെ ശിവൻകുട്ടി ജയിക്കുന്ന എനിക്ക് ശിവൻകുട്ടി തോറ്റു. ഇങ്ങനെ ആളുകളുടെ മുമ്പിൽ ചെയ്തിട്ട് സോണിയാഗാന്ധി സ്വർണ്ണം കെട്ടു. ലോജിക്ക് ഇല്ലാതെ നിങ്ങൾക്ക് സ്റ്റഡി ക്ലാസ് ഒന്നും ഇല്ലേ? ഇപ്പൊ ഇല്ലേ CPM-മാർക്ക് സ്റ്റഡി ക്ലാസ് ഒക്കെ നിർത്തിയോ? അവർക്ക് സ്റ്റഡി ക്ലാസ് കിട്ടാത്ത കുറവാണ്. നിങ്ങൾ വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റിയിലെ ക്ലാസ് ആണ് ആശാരെ എന്തിനാ ഇങ്ങനെ വീണ്ടും വാങ്ങിക്കുന്നത്? ഷാജീർ അതിബുദ്ധിമാനാണ്. 7 മണി മുതൽ ഈ ചർച്ച ചെയ്ത് സഹകരിക്കുന്നത്. അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്ന പോലെ ഞാനിവിടെ ഇരുന്നേര ആളെ എനിക്ക് വേറെ ജോലിയുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ജയിക്കില്ല. തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നേതൃത്വം കൊടുക്കില്ല. ഞങ്ങളെ ശബരിമല ജയിക്കാനുള്ള ആളാണ്. ഞങ്ങളുള്ള പോലുള്ളവർ ഇപ്പൊ ജോലി ജയിക്കും. ഇവിടെ കയറി നിന്നിട്ട് കാര്യമില്ല.